ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബുധനാഴ്ച പുലർച്ചെയാണ് അർജന്റീന തങ്ങളുടെ രണ്ടാമത്തെ സൗഹൃദ മത്സരം കളിക്കുക. എതിരാളികൾ സാംബിയയാണ്. ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 4:45 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അർജന്റീന ദേശീയ ടീം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അർജന്റീൻ മാധ്യമമായ ഡയാരിയോ ഒലയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് മെസ്സി സ്റ്റാർട്ടിംഗ് 11ലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ്. ഏതായാലും ചില സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അർജന്റീനയുടെ സാധ്യത 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ വിങ് ബാക്കുമാരായിക്കൊണ്ട് നെഹ്വേൽ മൊളീന, ടാഗ്ലിയോഫിക്കോ എന്നിവർ ഉണ്ടാകും. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ക്രിസ്ത്യൻ റൊമേറോക്ക് സ്ഥാനം ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടായിക്കൊണ്ട് ആര് ഇറങ്ങും എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയുണ്ട്. നിക്കോളാസ് ഓട്ടമെൻഡി, അതുപോലെ തന്നെ മാർക്കോസ് സനസി, തോമസ് പലാസിയോസ്, അങ്ങനെ 3 താരങ്ങൾ ഉണ്ട്. ഇവരിൽ ആരെ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ സ്കലോണി ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ക്രിസ്ത്യൻ റൊമേറോക്ക് അവിടെ സ്ഥാനം ഉറപ്പാണ്. ഇനി മധ്യനിരയിലും 4 താരങ്ങളെയാണ് സ്കലോണി അണിനിരത്തുക. ജൂലിയാനോ സിമയോണി, മാക്കാലിസ്റ്റർ, അതുപോലെ തന്നെ വാലന്റൈൻ ബാർക്കോ, ഈ 3 താരങ്ങൾക്കും സ്ഥാനം ഉറപ്പാണ്. മറ്റൊരു പൊസിഷനിൽ എൻസോ ഫെർണാണ്ടസിനെ കളിപ്പിക്കണോ അതല്ലെങ്കിൽ റോഡ്രിഗോ ഡി പോളിനെ കളിപ്പിക്കണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്കലോണി ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുന്നേറ്റ നിരയിൽ മെസ്സിയും ഹൂലിയൻ ആൽവരസും ഉണ്ടാകും. 4-4-2 എന്ന ഒരു ഫോർമേഷൻ ആയിരിക്കും സ്കലോണി പരീക്ഷിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മൗറിത്താനിയയോട് നിറം മങ്ങിയ ഒരു വിജയമാണ് അർജന്റീന നേടിയത്. അർജന്റീനയുടെ പ്രകടനം മോശമായിരുന്നു. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ അവർക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ സാംബിയക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു മികച്ച തിരിച്ചുവരവ് അർജന്റീന നടത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.